അതിമനോഹരത്തിന് ശേഷം ലാലേട്ടൻ ഒരു മാസ് എന്റർടൈൻമെന്റ് സിനിമയിൽ പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്തുന്നു. ഓണം നാളുകളിൽ തരംഗമാവാൻ ഖലീഫ, അയാം ഗെയിം, ബദലഹീം കുടുംബ യൂണിറ്റ് സിനിമകളുടെ അപ്ഡേറ്റ്, ഒപ്പം തന്നെ ഏറ്റവും പുതിയ സിനിമകളുടെ കളക്ഷൻ ഡീറ്റെയിൽസുമാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോളിവുഡ് ചിത്രം ഒഡീസി റിലീസിനെത്തിയിട്ട് ഇന്നേക്ക് 19 ദിവസങ്ങൾ തികഞ്ഞിരിക്കുകയാണ്. 19 ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 11,40,00,000 രൂപ, ടോട്ടൽ ഇന്ത്യ കളക്ഷൻ 202,86,00,000 രൂപ, വേൾഡ് വൈഡ് കളക്ഷൻ 8,760 കോടി രൂപ, ഒഡീസിയുടെ ബഡ്ജറ്റ് 2,380 കോടി രൂപ, ദളപതി വിജയ് ചിത്രം ജനനായകന്റെ 13 ദിവസത്തെ കേരള കളക്ഷൻ 16,09,00,000 രൂപ, തമിഴ്നാട് കളക്ഷൻ 138,83,00,000 രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 85,83,00,000 രൂപ, ഓവർസീസ് കളക്ഷൻ 92,02,00,000 രൂപ. ഏതാണ്ട് 400 കോടി രൂപയോളം ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ജനനായകന്റെ 13 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 315,92,00,000 രൂപ. ഹോളിവുഡിൽ നിന്നും റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തിയ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന ചിത്രത്തിന്റെ 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 6 ദിവസത്തെ കേരള കളക്ഷൻ 25,45,00,000 രൂപ, ടോട്ടൽ ഇന്ത്യ കളക്ഷൻ 381,33,00,000 രൂപ, 6 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 10,000 കോടി രൂപ, ചിത്രത്തിന്റെ ബഡ്ജറ്റ് 2,100 കോടി രൂപ. മേ ബി 20,000 കോടി കളക്ഷനിലേക്കും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എത്തപ്പെട്ടേക്കാം. കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് എത്തിയ ഉന്മാദം എന്ന ചിത്രത്തിന്റെ ആദ്യ 5 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 5 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 3,23,00,000 രൂപയോളം സ്വന്തമാക്കിയ ഉന്മാദത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 4,35,00,000 രൂപയോളമാണ്. വിശാൽ നായകനായും സംവിധായകനായും വരാനിരിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മകുടം. നിരവധി വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ വിശാൽ എത്തുന്ന മകുടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഓഗസ്റ്റ് 7-ാം തീയതി പുറത്തുവരുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതിയാണ് മകുടം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ദുൽഖർ സൽമാൻ നായകനായിട്ട് എത്തിയ സീതാരാമൻ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് ഇന്നേക്ക് 4 വർഷങ്ങൾ തികഞ്ഞിരിക്കുന്നു. ചിത്രത്തിന്റെ ഡീറ്റെയിൽഡ് കളക്ഷൻ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാം. സീതാരാമത്തിന്റെ ടോട്ടൽ ആന്ധ്ര തെലങ്കാന കളക്ഷൻ 43,88,00,000 രൂപ, തമിഴ്നാട് കളക്ഷൻ 12,85,00,000 രൂപ, കർണാടക കളക്ഷൻ 7,60,00,000 രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 7,90,00,000 രൂപ, കേരള കളക്ഷൻ 8,15,00,000 രൂപ, ഓവർസീസ് കളക്ഷൻ 17,28,00,000 രൂപ. ഏകദേശം 30 കോടി രൂപ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സീതാരാമം 97,71,00,000 രൂപയോളമാണ് ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. റീസെന്റായി തമിഴിൽ നിന്നും പുറത്തുവന്ന ഇതേ മുരളി എന്ന ചിത്രം OTT റിലീസിലേക്ക് കടക്കുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. വരുന്ന ഓഗസ്റ്റ് 7-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഇതേ മുരളി OTT സ്ട്രീമിംഗ് ആരംഭിക്കും. വിസ്മയ മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് തുടക്കം. ഒരു ഫാമിലി ഡ്രാമ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറായിരിക്കുന്ന തുടക്കത്തിന്റെ സെൻസർ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയുടെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 19 മിനിറ്റും. വിസ്മയ്ക്കൊപ്പം ലാലേട്ടനും കാമ്യവേഷം കൈകാര്യം ചെയ്യുന്ന ഈ ചിത്രത്തിൽ വിജയരാഘവൻ, ഗണേഷ് കുമാർ, സായ് കുമാർ, ചിപ്പി, ജാഫ്രഡിക്ക് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. വിസ്മയുടെ ആദ്യ സിനിമയാണെങ്കിൽ കൂടി ലാലേട്ടന്റെ കാമ്യോ പ്രസൻസും 2018 എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന പ്രത്യേകതയും പിന്നെ ഇതിനെല്ലാം ഉപരി ചിത്രത്തിന്റെ ട്രെയിലറിന് ലഭിച്ച സ്വീകാര്യതയും കൂടി നോക്കുമ്പോൾ റിലീസിന് മുമ്പ് തന്നെ വലിയൊരു ഹൈപ്പ് തുടക്കമെന്ന ഈ ചിത്രത്തിന് ഇതിനോടകം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന ഓഗസ്റ്റ് 7-ാം തീയതി മുതൽ തുടക്കം തിയേറ്ററുകളിലേക്ക് എത്തും. ആശീർവാദ് സിനിമാസിന് വേണ്ടി ആന്റണി പെരുമ്പാവൂരാണ് തുടക്കം നിർമ്മിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഇലക്ട്രിക് മോട്ടറിന്റെയും നിരവധി വ്യാവസായിക മുന്നേറ്റങ്ങളുടെയും അടിത്തറ പാകിയ GD നായിഡുവിന്റെ ജീവിതകഥയെ അടിസ്ഥാനപ്പെടുത്തി എടുത്തിട്ടുള്ള ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് GDN. R മാധവനെ നായകനാക്കി കൃഷ്ണകുമാർ രാമകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം ഇപ്പോൾ റിലീസിനൊരുങ്ങുന്നു. മാധവന് പുറമെ ജയറാം, സത്യരാജ്, വിനയ് റായി, തുഷാര വിജയൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന GDNന്റെ സെൻസറിംഗ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമയുടെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 27 മിനിറ്റും. വരുന്ന ഓഗസ്റ്റ് 7-ാം തീയതി മുതൽ പാൻ ഇന്ത്യൻ ഭാഷകളിൽ GDN തിയേറ്ററുകളിലേക്ക് എത്തും. SS രാജമൗലിയുടെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ വാരണാസി. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 80% ചിത്രീകരണം പൂർത്തിയായതായി സംവിധായകൻ രാജമൗലി തന്നെ ഒരു പബ്ലിക് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 20% ചിത്രീകരണം ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിൽ വെച്ചാവും നടത്തപ്പെടുക. അതും ഈ ആഴ്ചയോടെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. വാരണാസിയിൽ തുടങ്ങി അന്റാർട്ടിക്ക, ആഫ്രിക്ക എന്നിവ കടന്ന് പുരാതന റോമിലേക്കും പിന്നീട് വീണ്ടും വാരണാസിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു ടൈം ട്രാവൽ അഡ്വഞ്ചർ പശ്ചാത്തലത്തിലുള്ള കഥയെന്നാണ് വാരണാസിയെ പറ്റി സംവിധായകൻ പറഞ്ഞിരിക്കുന്നത്. ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു നോൺ ഇംഗ്ലീഷ് സിനിമ പൂർണ്ണമായും IMAX ക്യാമറകളിൽ ചിത്രീകരിക്കുന്ന സിനിമ എന്ന പ്രത്യേകതയും വാരണാസിക്കുണ്ട്. മഹേഷ് ബാബു, പൃഥ്വിരാജ് സുകുമാരൻ, പ്രിയങ്ക ചോപ്ര എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന വാരണാസി വരുന്ന 2027 ഏപ്രിൽ 7-ാം തീയതി രാമനവമി ദിനത്തോടനുബന്ധിച്ച് തിയേറ്ററുകളിലേക്ക് എത്തും. അജിത് കുമാറിനെ നായകനാക്കി ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമയ്ക്ക് ശേഷം അതിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഡെയർ ഡെവിൾ. നിലവിൽ കാസ്റ്റിംഗ് വർക്കുകൾ നടന്നു വരുന്ന ഈ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഡെയർ ഡെവിളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ മൂവി ടീം മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനുമായി ചർച്ചകൾ നടത്തുന്നതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഓൾറെഡി അജിത്തിനൊപ്പം ശ്രീലീല, വിഷ്ണുവർദ്ധൻ, റെഡിൻ കിങ്സ്ലി എന്നിവരൊക്കെ താരങ്ങളാവുന്ന ഈ ചിത്രത്തിനായി ലാലേട്ടൻ ഓക്കെ പറയുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നറിയാം.
ഉർവശി, ജോജു ജോർജ്, ഐശ്വര്യലക്ഷ്മി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സഫർ സനൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഒരു ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ് സിനിമയാണ് ആശ. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്ത് നിർമ്മിക്കുന്ന ഈ സിനിമയുടെ റിലീസ് പ്രഖ്യാപനം ഇന്നലെ പുറത്തു വന്നിരുന്നു. വരുന്ന സെപ്റ്റംബർ 4-ാം തീയതി ആശ തിയേറ്ററുകളിലേക്ക് എത്തും. അർജുൻ ദാസ്, അദിതി ശങ്കർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വിഘ്നേഷ് ശ്രീകാന്ത് സംവിധാനം ചെയ്ത ഒരു റൊമാന്റിക് ഫീൽ ഗുഡ് സിനിമയാണ് വൺസ് മോർ. ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ഓഗസ്റ്റ് 28-ാം തീയതി വൺസ് മോർ എന്ന ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. ഏറെ നാളുകളായി കേൾക്കുന്ന ഒരു വാർത്തയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഇലവിഴ പൂഞ്ചിറ, ജോസഫ് സിനിമകളുടെ തിരക്കഥാകൃത്തായ ഷാഹി കബീറിന്റെ തിരക്കഥയിൽ ലാലേട്ടൻ നായകനാവുന്ന ഒരു സിനിമ വരുന്നു എന്നത്. ഇപ്പോഴത്തെ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി ഷാഹി കബീർ തന്നെ ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ഒരു നോൺ ലീനിയർ പശ്ചാത്തലത്തിലുള്ള പോലീസ് സ്റ്റോറിയാണ് ലാലേട്ടന് വേണ്ടി ഒരുക്കിയിട്ടുള്ളതെന്നും ഓൾറെഡി ഈ ഒരു കഥയെപ്പറ്റി അദ്ദേഹത്തിനടുത്ത് സംസാരിച്ചിട്ടുണ്ടെന്നും തിരക്കഥാ വർക്കുകൾ പൂർത്തീകരിച്ച ശേഷം കൂടുതൽ ചർച്ചകളിലേക്ക് താൻ കടക്കുമെന്നുമാണ് ഷാഹി കബീർ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രവുമല്ല, തന്റെ സ്ഥിരം ശൈലിയിൽ നിന്നും മാറി ഒരു കൊമേഴ്ഷ്യൽ പശ്ചാത്തലത്തിലാവും ഈ ഒരു പ്രോജക്റ്റ് തയ്യാറാവുകയെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. റെട്രോ എന്ന സിനിമയ്ക്ക് ശേഷം കാർത്തിക് സുബ്രാജിന്റെ സംവിധാനത്തിൽ ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഡ്രാമ ത്രില്ലർ സിനിമയാണ് ദൊറോത്തി. കീർത്തി സുരേഷ്, സനന്ദ്, ഋഷികാന്ത് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ദൊറോത്തിയുടെ റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന സെപ്റ്റംബർ 25-ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. ഇതിഹാസ സംഗീത സംവിധായകൻ ഇളയരാജയാണ് ദൊറോത്തിക്ക് മ്യൂസിക് ഒരുക്കുന്നത്. നിവിൻ പോളി, മമിത ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. ഓൾറെഡി ഓണം റിലീസ് ഉറപ്പിച്ചിരുന്ന ഈ ചിത്രത്തിന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള തരത്തിലുള്ള ചില വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സിനിമയുടെ നിർമ്മാണ കമ്പനിയായ ഭാവന സ്റ്റുഡിയോസ് തന്നെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ റിലീസിൽ മാറ്റം ഒന്നും തന്നെ ഇല്ലെന്നും വരുന്ന ഓഗസ്റ്റ് 21-ാം തീയതി ചിത്രം റിലീസിന് എത്തുമെന്നും ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. സർവമായ എന്ന സിനിമയ്ക്ക് ശേഷം നിവിൻ പോളി വീണ്ടും നായകനായിട്ടെത്തുന്ന ഒരു ഫീൽ ഗുഡ് റൊമാന്റിക് കോമഡി സിനിമ കൂടിയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. സൂര്യ, മമിത ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വെങ്കി അട്ലൂരി സംവിധാനം ചെയ്ത് ഉടൻ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു റൊമാന്റിക് ഫീൽ ഗുഡ് സിനിമയാണ് വിശ്വനാഥൻ ആൻഡ് സൺസ്. ഒരേ സമയം തമിഴിലും തെലുങ്കിലുമായി റിലീസിനെത്തുന്ന ഈ സൂര്യ ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ വരുന്ന ഓഗസ്റ്റ് മാസം 10-ാം തീയതിയോടെ ഓപ്പൺ ആവുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ന്യൂ സൂര്യ ഫിലിംസ് ആണ്. വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി മുതൽ വിശ്വനാഥൻ ആൻഡ് സൺസ് തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. ദുൽഖർ നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണല്ലോ ഐ ആം ഗെയിം. RDX എന്ന സിനിമയ്ക്ക് ശേഷം നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ എത്തുന്ന ഐ ആം ഗെയിമിന്റെ ഒഫീഷ്യൽ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വരികയും സോഷ്യൽ മീഡിയയിൽ ആ ഒരു ട്രെയിലർ ട്രെൻഡിംഗ് ആയി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴത്തെ ട്രെയിലറിന് പിന്നാലെ ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിളും പുറത്തിറക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. നിലവിൽ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഹൈപ്പിനെ പീക്കിലേക്ക് എത്തിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു വൈബ് സോങ് ആണ് ഐ ആം ഗെയിമിനായി ജെക്സ് വിജയ് ഒരുക്കിയിട്ടുള്ളതെന്നും പറയപ്പെടുന്നു. ഈ വരുന്ന 7-ാം തീയതി വെള്ളിയാഴ്ചയോടെ ഐ ആം ഗെയിമിന്റെ ഫസ്റ്റ് സിംഗിൾ റിലീസിനെത്തും. ആക്ഷനും മാസിനുമെല്ലാം പ്രാധാന്യം നൽകി പാൻ ഇന്ത്യൻ റിലീസായി വരാനിരിക്കുന്ന ഐ ആം ഗെയിം വരുന്ന ഓഗസ്റ്റ് 20-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുക. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി ഓണം നാളുകളിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ സിനിമയാണല്ലോ ഖലീഫ. മാമ്പറക്കൽ ആമിറലി എന്ന കഥാപാത്രമായി പൃഥ്വിരാജ് ചിത്രത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ മുത്തശ്ശനായ മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന കഥാപാത്രമായിട്ടാണ് ലാലേട്ടൻ ഖലീഫയിൽ പ്രത്യക്ഷപ്പെടുക. അതും 10 മിനിറ്റ് മാത്രമുള്ള ഒരു കാമിയോ വേഷത്തിൽ. എന്നിരുന്നാൽ പോലും ഈ ചിത്രത്തിന് ഇതിനോടകം നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്ന ഹൈപ്പ് ലെവൽ അത് പീക്കാണ്. ഇതിനിടയിൽ ചിത്രത്തിന്റെ ട്രെയിലറുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 15-ാം തീയതി ഖലീഫയുടെ ട്രെയിലർ പുറത്തു വരുമെന്നാണ് സൂചനകൾ ലഭിച്ചിട്ടുള്ളത്. എന്നും കൊമേഴ്ഷ്യൽ സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയ സംവിധായകനായി മാറിയ വൈശാഖിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഖലീഫ ചിത്രത്തിനായി നമുക്ക് കാത്തിരിക്കാം. വരുന്ന ഓഗസ്റ്റ് 20-ാം തീയതി മുതൽ ഖലീഫ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും.